വയനാട് റാഞ്ചസ് റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മേപ്പാടി റിപ്പണിലാണ് ഈ സ്ഥാപനം. വയനാടിൻ്റെ പ്രത്യേകിച്ച് മേപ്പാടിയുടെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ തീർച്ചയായും ഈ സ്പോട്ട് തിരഞ്ഞെടുക്കാം. മേപ്പാടിയുടെ മലനിരകൾക്ക് നടുവിൽ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ മേപ്പാടിയുടെ മലനിരകളാണ് കാണുന്നത്. റിപ്പണിൽ താമസിച്ചുകൊണ്ട് ഈ മലയടിവാരത്ത് ഒരു നല്ലൊരു സ്റ്റേ. റാഞ്ചസ് റിസോർട്ട്, മേപ്പാടി റിപ്പൺ. മേപ്പാടിയുടെ താഴ്വരയിൽ അടിപൊളി സ്റ്റേ റാഞ്ചസ് റിസോർട്ട്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല ലാവുകളാണ്, നല്ല കൂളിങ്. ഇവിടെ നാച്ചുറൽ ആയിട്ടൊരു പോണ്ട് ഉണ്ട് കേട്ടോ. അതാണ് ചടല്ലേ. പറ്റിട്ടോ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് റാഞ്ചസ് റിസോർട്ട്, മേപ്പാടി, വയനാട്. ഗൈസ് വൈബാണ് ഗൈസ്. അടിപൊളി സ്വിമ്മിംഗ് പൂള് വിത്ത് വൈബ്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളാണ്. കോമൺ പൂളുണ്ട്, അതേപോലെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ പൂളുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്താം. അപ്പോൾ നോക്കൂ, ഏകദേശം ഇതിൻ്റെ ഒരു വ്യൂ, സൈഡ് വ്യൂ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്. ഞാൻ വ്യൂ ഇപ്പോൾ ആണോ? റെഡി. ഓക്കെ ഓക്കെ, അടിപൊളിയാണ്. അടിപൊളി 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 പൊളി അടിപൊളി അടിപൊളി അടിപൊളി. അതെന്താ ഓണോ? ഓക്കെ. ഈ മലർന്ന് കിടന്ന് നീന്തുമ്പോഴേ നമ്മുടെ ബോഡി ടയേർഡാവില്ല. എത്ര നേരം വേണേലും നമുക്കിങ്ങനെ കിടക്കാൻ സാധിക്കും. മലർന്ന് കിടന്ന് നിൽക്കുമ്പോൾ വെയ്റ്റ്ലെസ് ആണ് ബോഡി. ഈ വിരൽ കൊണ്ട് ഇങ്ങനെ 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 ആക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ നീന്താൻ പഠിപ്പിക്കണം. ഒരു റൗണ്ട് നീന്തി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ഷീണമൊക്കെ ഉണ്ടാവും. പക്ഷേ മലർന്ന് കിടന്നിട്ട് ഈ വിരലുകൾ മാത്രം മതി. നമുക്ക് ഇത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ കിടന്ന് നീന്താം. നമ്മുടെ രണ്ട് കാലും വെള്ളത്തിന് മേലെ ഉണ്ടാവും. വിരലുകൾ മാത്രം ചലിപ്പിച്ചാൽ മതി. നോക്കൂ, എത്ര നേരം വേണേലും കിടക്കാം, ടയേർഡാവില്ല. ഇനി വേണേ കാലും കൊണ്ട് ഇങ്ങനെ തുഴയുകയും ചെയ്യാം.
നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകളാണ്. ഒരു പീരീഡ് നീന്താൻ പഠിപ്പിക്കണം, മലർന്നു കിടന്നും ഇതുപോലെയൊക്കെ എത്രയോ അപകടങ്ങളാണ് വെള്ളത്തിൽ പോയി സംഭവിക്കുന്നത്. അമ്മയുടെ വയറ്റിൽ നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഒരു 9 മാസം 10 മാസം നീന്തുന്നതല്ലേ, അത്രയും കനമുള്ള ആന വരെ നീന്തുന്നു. പിന്നെയാണോ മനുഷ്യർക്ക് നീന്താൻ പറ്റാത്തത്? എത്ര നേരം വേണമെങ്കിലും ഇതുപോലെ കിടക്കാം. ട്രോളൂന്നറിയാം, എന്നാലും പറയാണ് സ്വിമ്മിംഗ് പൂളിലല്ലേന്നൊക്കെ. ഒഴുക്കില്ലാത്ത വെള്ളത്തിലും അത്ര കുത്തൊഴുക്കില്ലാത്ത വെള്ളത്തിലൊക്കെ നമുക്ക് ഇതുപോലെ നീന്തി കയറാം. ചുഴിയിൽ പെട്ടാലും വെള്ളം കുത്തി മറിയുന്നിടത്ത് പെട്ടാലും നമ്മളെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയൊക്കെ അപകട സാധ്യതയുണ്ട്. എന്നാലും ഒരു 80% നീന്തൽ പഠിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ശ്രദ്ധിക്കുക, എത്ര നന്നായി നീന്തൽ അറിഞ്ഞാലും 3 മിനിറ്റിൽ കൂടുതലൊന്നും പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് പോലും ബ്രീത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് മുങ്ങാൻ കുഴിയിട്ട് തലകുത്തി മറിഞ്ഞു വരാം. റാഞ്ചസ് റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ സെപ്പറേറ്റ് പൂൾ വില്ലയാണ്. അടിപൊളി സ്റ്റേ ആണ്. അപ്പൊ ഈ കരിയിലകളൊക്കെ വീണെടുക്കുന്നത് ഈ മരത്തിന്റെ ഒരു ആംബിയൻസിലാണ്. അതാണ് ഇതിന്റെ ഒരു ഭംഗി. ഓ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള്. നല്ല കാപ്പിക്കുരുമൊക്കെ കണ്ട് കാപ്പിയുടെ തണലിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണേലും കൂടെ പോരെ. ആ ചവിട്ടേ അടിപൊളി.